ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാറ്റിയ നമസ്കാരം ആദ്യം ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്കൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കൻ റോള്. ഇത് ബേക്കറികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കറക്കൊക്കെ കറക്കി തീയങ്ങ് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ശേഷം പാൻ ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി കഴിയുമ്പോഴേക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് ഇതുപോലെ റോസ്റ്റാക്കുക. റോസ്റ്റായി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവനെ ഇട്ട് ഇതുപോലെ വളർത്തിയെടുക്കുക. എന്നിട്ട് ഇച്ചിരി എരിവിന് വേണ്ടി 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ഇതിലിട്ട് ഇതുപോലെ വളർത്തിയെടുക്കുക. വളർത്തി അങ്ങ് ലെവലായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ് സവോളയോ അല്ലെങ്കിൽ ചെറുള്ളിയോ ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടല്ലേ? അപ്പോൾ ഇവനൊന്ന് കളറായി സെറ്റായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഒന്ന് കളറായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇച്ചിരി ചിക്കൻ മസാലയും, കുറച്ച് ഉപ്പും കൂടെ അങ്ങ് വാരി അങ്ങ് വിതറിക്കുക. സ്നേഹത്തോടെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. ശേഷം നമ്മൾ കീമയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്യണം. കാരണം പച്ച ചിക്കൻ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവന് ഈ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് ലെവലാക്കി സെറ്റാക്കി എടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ സ്ലോ മോഷനിൽ 2 മറിയൊക്കെ മറിച്ച് സെറ്റപ്പാക്കി എടുക്കുക. ഇവനൊന്ന് കുക്കായി ലെവലായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അല്ല ഇച്ചിരി ഹാർഡായിട്ടിരിക്കും മീറ്റ്. അപ്പോൾ സോഫ്റ്റ് ആകാൻ വേണ്ടി ഇച്ചിരി ജ്യൂസി ആകാൻ വേണ്ടി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ 2 മറിയൊക്കെ മറിച്ച ശേഷം അടപ്പെടുത്ത് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റീമും കൂടെ ചെല്ലുമ്പോഴേക്കും നല്ല സോഫ്റ്റ് മീറ്റായിട്ട് നമുക്ക് കിട്ടും. ശേഷം ഇതുപോലെ അങ്ങ് തുറക്കുക, നേരെ എടുക്കുക, മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്കൊരു മറിക്കുക. എന്നിട്ടൊരു ലൈറ്റായിട്ട് കീമ പോലെ ആക്കി, അതായത് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ കിട്ടും. ആ സമയത്ത് നമുക്ക് ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചേക്ക് ബ്രെഡ് സ്റ്റീമറിൻ്റെ അകത്തിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ്. ആ സോഫ്റ്റ് ആകുന്ന സമയത്തേക്ക് നമുക്കിത് ഇതുപോലെ പാത്രത്തിലേക്ക് 2 മുട്ട എടുത്തിടുക, കുറച്ച് പാൽ ഒഴിക്കുക. നല്ല സ്നേഹത്തോടെ പാൽ ഒഴിച്ചിട്ട് നല്ലോണം 2 കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ ബീറ്റ് ചെയ്ത് ഈ ലെവലായതിനു ശേഷം നമ്മൾ സ്റ്റീം ചെയ്തിരിക്കുന്ന ബ്രെഡ് എടുത്ത് ഇതുപോലെ ടേബിളിലേക്ക് ഇട്ട് ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങ് പരത്തിക്കോ, തിന്നായിട്ട്. കണ്ടല്ലേ? നല്ല ഷീറ്റ് പോലെ അങ്ങ് പരത്തുക. നല്ല സോഫ്റ്റായിട്ട് ഷീറ്റ് പോലെ പരത്തി എടുക്കുക. എന്നിട്ട് നമ്മുടെ കീമ ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്പൂണിലെടുത്ത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ചീസ് ഉണ്ടെങ്കിൽ, അമൂൾ ചീസ് ഉണ്ടെങ്കിൽ അമൂൾ ചീസും കൂടെ ഇങ്ങനെ സ്നേഹത്തോടെ വാരി വിതറിക്കോ. ഇതുപോലെ ആവശ്യത്തിന് കിട്ടും. ചീസും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് ടൈറ്റാക്കി മുറുക്കി പിടിക്കുക. എന്നിട്ട് ആ ബ്രെഡ് ഇതുപോലെ അങ്ങ് റോൾ ചെയ്യുക. കണ്ടില്ലേ? കാരണം സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ബ്രെഡ് പെട്ടെന്ന് പൊടിയത്തില്ല, നിങ്ങൾക്ക് റോൾ ചെയ്യാനും എളുപ്പമാണ്. ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ മുട്ടയിലേക്കൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടൊരു 2 മറിക്കുക. ഇതുപോലെ മറിക്കുക. എന്നിട്ട് ക്രംസൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ടൈറ്റാക്കുക. ഒന്ന് മൊത്തത്തിലൊന്ന് ഇവനങ്ങ് മുറുക്കി ടൈറ്റാക്കുക. ശേഷം ഒന്നും കൂടെ വേണമെങ്കിൽ നമ്മുടെ പാലിലേക്ക് ഇട്ട് ഒന്നും കൂടെ കലക്കുക. എന്നിട്ട് ഒന്നും കൂടെ ക്രംസ് പിടിപ്പിക്കുക. അപ്പോൾ ഇവനൊന്ന് മുറുകി ടൈറ്റായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇതുപോലെ നല്ല റോളായിട്ട് ടൈറ്റായിട്ട് കിട്ടും. അപ്പം എണ്ണയ്ക്കകത്തിടുമ്പോൾ പൊട്ടിപ്പോകാതെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. അടുത്തതും ഇതുപോലെ തന്നെ പാലും മുട്ടയ്ക്കകത്തിട്ട് നിങ്ങൾ കലക്കുക. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചെടുക്കുക. പിടിപ്പിച്ച ശേഷം ക്രംസിലേക്കും ഇടുക. എന്നിട്ട് ക്രംസൊക്കെ വാരി അങ്ങ് പൊത്തുക, നല്ല രീതിയിൽ അങ്ങ് വാരി പൊത്തുക. എന്നിട്ട് ടൈറ്റ് ആക്കണം കേട്ടോ, നല്ല ടൈറ്റാക്കി പിടിക്കണം, അല്ലെങ്കിൽ ഇവൻ പൊട്ടിപ്പോവും. ഇവനങ്ങ് നല്ല ടൈറ്റാക്കി മുറുക്കി അങ്ങ് പിടിക്കുക. ശേഷം പിന്നെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിടിപ്പിക്കുക. എന്നിട്ട് പിന്നെയും ഒന്നും കൂടെ ക്രംസ് പിടിപ്പിക്കുക. അപ്പോൾ ഇവനൊന്ന് ടൈറ്റായിട്ട് മുറുകി അങ്ങ് കിട്ടും. നിങ്ങൾക്ക് നല്ല ഷേപ്പായിട്ട് റോളായിട്ട് അങ്ങ് കിട്ടും. കണ്ടില്ലേ? നല്ല സിലിണ്ടറിക്കൽ ഷേപ്പിലങ്ങ് കിട്ടുന്ന കണ്ടില്ലേ? ഇതുപോലെ റെഡിയായ ശേഷം ഇവനത് പ്ലേറ്റിലെടുത്തിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് എടുക്കുക, ഒരു ഇടിയിലങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ അങ്ങ് ചൂട് എണ്ണയിലിട്ട് സ്ലോയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുക. അവൻ്റെ കളർ ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഇങ്ങനെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണയുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വേണം ഇതുപോലെ ഇടാൻ വേണ്ടി, അല്ല കരിഞ്ഞു പോകും. ഇതുപോലെ സ്ലോയിലിട്ട് ഈ കളറാകുന്നവരെ ഇവനെ ഫ്രൈ ചെയ്യുക.
എന്നിട്ട് ലൈറ്റായിട്ട് ഇത് ഇങ്ങനെ കോരി എടുത്തൊന്ന് കൊതിപ്പിക്കാം. ഇത് കണ്ടില്ലേ? എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ വെച്ചിട്ട് അങ്ങ് അത് ഇച്ചിരി സോസ് അങ്ങ് അതിലേക്ക് മുക്കിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയുണ്ടാവില്ല. കാരണം ചൂടോടെ ഈ റോള് കഴിക്കുമ്പം കിട്ടുന്നൊരു സുഖം അത് വേറെ ലെവൽ തന്നെ, പറയാതിരിക്കാമല്ലോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങളെ സ്നേഹിച്ച് ഒരു പരുവാക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.